രാമേശ്വരം വിട്ടു രാവിലെ 8:45. മധുരയാണ്. മധുര ഇവിടെ നിന്ന് എക്സാക്ട്ലി 3 hours കാണിക്കുന്നത്. ബേസ്ഡ് ഓൺ ട്രാഫിക് ആയിരിക്കും. ഇപ്പം 12:30 നട അടയ്ക്കും പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 o'clock ദർശനം കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടിരിക്കാം. ഓക്കെ. ഭംഗിയിൽ മഴ പെയ്യുന്നു അല്ലേ? അതും കൂടെ ഒന്ന് നിർത്തി കാണിക്കാം. എന്താ ബോട്ടൊക്കെ പോകണം, വണ്ടികളിങ്ങനെ പോകുന്നുണ്ടേ, മഴയുണ്ട്. നോക്കൂ എന്ത് ഭംഗിയാ. അതിലിത് കണ്ടോ, കല്ലിട്ടിട്ട് അതുവരെ JCB ഉണ്ടോ. ഒന്നും ഇടയിലൊന്നും മഴയാണെങ്കിലും ഒന്ന് നിർത്തിയിട്ടോ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി. കണ്ടോ ഫുൾ ബോട്ട്സ്. ഇതാണ് നമ്മുടെ കടൽ. നോക്കൂ ഗ്രീൻ വാട്ടറാണ് കേട്ടോ. കളർ കണ്ടത്. മഴ പെയ്യുന്നുണ്ട്, നല്ല രസം. മഴയും ബോട്ടും കടലും നല്ല കാറ്റും നല്ല ബ്യൂട്ടിഫുൾ. എത്ര ബോട്ടാണ് നോക്കൂ. ഇതൊക്കെ മീൻ ഫിഷിങ്ങിനുള്ള ബോട്ടിങ്സാണ് തോന്നുന്നു കേട്ടോ. അടിപൊളി. അതാണ് പാമ്പം പാലം. നമ്മുടെ കാറിതാ പാമ്പം പാലം ഇങ്ങനെ ഉണ്ടോ, അമ്പലത്തിൽ കൂടെ. അവിടെ ആ ഭാഗത്ത് കുറേ ബോട്ടുകളുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ കയറുന്നു കേട്ടോ. ഞങ്ങൾ മധുര എത്തിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പിന്നെ കാണിക്കാം. അമ്പലത്തിൽ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് കാണാം. ക്ഷേത്രത്തിലെത്തുന്നതിന് മുമ്പ് മധുരയെക്കുറിച്ചും മധുര മീനാക്ഷി ദേവിയെക്കുറിച്ചും ശിവഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു ചെറിയ വിവരം ഷെയർ ചെയ്യാട്ടുള്ളൂ. മധുര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മധുര ഭരിച്ചിരുന്നത് മലയധ്വജ പാണ്ഡ്യൻ എന്ന രാജാവായിരുന്നു. മഹാരാജാവിനും ഭാര്യ കാഞ്ചനമാലയ്ക്കും കുട്ടികളില്ലായിരുന്നു. കുട്ടികൾ ഉണ്ടാവാനായി രാജാവ് യാഗങ്ങൾ നടത്താൻ തീരുമാനിച്ചു. യാഗം നടത്തുന്നതിനിടയിൽ യാഗാഗ്നിയിൽ നിന്ന് ഒരു 3 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഈ കുട്ടിക്ക് 3 സ്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അശരീരി അവരോട് പറഞ്ഞു, ഈ കുട്ടി ഭാവി ഭർത്താവിനെ കാണുമ്പോൾ അവളുടെ 3ാം സ്തനം അപ്രത്യക്ഷമാകുമെന്നും ഈ കുട്ടിക്ക് അവർ തടാശകൈ എന്ന പേരിട്ടു. പച്ച നിറമായതിനാൽ പച്ചയമ്മ എന്നുകൂടി നാമമുണ്ട്. വളർന്നു വലുതായപ്പോൾ തടാതകൈ ഒരു ധീര രാജ്ഞിയായി. അവർ അനേകം യുദ്ധങ്ങൾ ജയിച്ചു. അങ്ങനെ അവർ ഹിമാലയത്തിൽ ശിവനുമായി യുദ്ധം ചെയ്യാൻ എത്തി. ശിവനെ കണ്ടപ്പോൾ തടാതകയുടെ 3ാം സ്തനം അപ്രത്യക്ഷമായി. അശരീരി ശരിയായി. ശിവൻ്റെ ശക്തിയിൽ ദേവി വീണു. അപ്പോൾ അവർക്ക് മനസ്സിലായി തൻ്റെ ഭാവി വരൻ ശിവനാണെന്ന്. ശിവനോട് കാര്യം പറഞ്ഞപ്പോൾ താൻ മധുരയിൽ വരാം, അവിടെ നമ്മളുടെ വിവാഹം നടക്കാം എന്ന് പറഞ്ഞു. സുന്ദരേശൻ എന്ന രൂപത്തിൽ ഭഗവാൻ അവിടെ എത്തുകയും ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ മീനാക്ഷി ദേവി ശിവൻ്റെ ഭാര്യയായി. അവരുടെ വിവാഹം നടന്ന സ്ഥലമാണ് ഇന്നത്തെ മധുര മീനാക്ഷി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വാർഷികോത്സവങ്ങൾ ഈ ഐതിഹ്യത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്നു. അകത്ത് നമ്മൾക്ക് വളരെ നന്നായി പൂജ ചെയ്യാൻ പറ്റി. അവിടുത്തെ സ്വാമി ചന്ദ്രശേഖര സ്വാമി നമ്മൾക്ക് പൂമാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണിയിച്ച് വിവാഹം കഴിക്കുന്ന പോലെ എല്ലാം നമ്മളെ അനുഗ്രഹിച്ചു. അതൊരു മഹാഭാഗ്യമായി എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു. ഇതവിടെ ഞങ്ങളുടെ നെന്മാറ ബന്ധുള്ളൊരു ചേച്ചി ഇവിടെ മുടി വിറ്റുകൊണ്ടിരിക്കണം. അവർ കവറൊക്കെ തന്നു, ഗംഭീരമായിരുന്നത്. അവിടെ ബ്രദറൊക്കെ നന്നായി സഹായിച്ചു. എൻ്റെ പേരെന്നാ സെന്തിൽ അണ്ണനൊക്കെ സഹായിച്ചു. അപ്പോൾ ഇതാണ് അമ്പലം. ഞങ്ങളങ്ങനെ അപ്പുറത്താണ് അമ്പലം. ഗോപുരമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിതപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര സന്തോഷം, കാരണം ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. മീനാക്ഷി ക്ഷേത്രത്തിലും ശിവൻ്റെ അവിടെ ഗർഭഗൃഹത്തിനുള്ളിൽ കൊണ്ടിരുത്തി ഞങ്ങളത് മാലയൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്ത് ഭയങ്കര സ്വാമി ചന്ദ്രശേഖര സ്വാമിനെ ഞങ്ങൾ മൊത്തം അമ്പലം കൊണ്ട് കാണിച്ചു, കഥയെല്ലാം പറഞ്ഞു തന്നു. ഭയങ്കര ആശ്വാസം. ഇത് ഞങ്ങളുടെ നെന്മാറയിലുള്ള ഒരു ചേച്ചി, ബന്ധുവിൻ്റെ ചേച്ചി അമ്മയാണ്. അവരുടെ മരുമകൻ നെന്മാറയിലാണ്. അപ്പോൾ അവർ മലയാളി പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ശരി വണക്കം. എടുക്കാം. ഇതുണ്ടോ മധുര മീനാക്ഷിയുടെ താലി പോലെയാണ്. നമുക്കിത് വാങ്ങിച്ച് കയറിൽ കെട്ടിയിടുന്ന പറയണവർ. സൂപ്പർ. ഇതെടുക്കണേ.
நான் ஒருத்தர் தானே இருக்கேன், இப்போ ஒன்றும் போதும்ல. ஃபோன் பண்ணேன். எவ்வளோண்ணா அது? 350. ஸ்டோரு இது நிறைய கடைகளாட்டம். അപ്പോൾ ഇത് 2 മധുര മീനാക്ഷി നമ്മുടെ ചേച്ചിമാർ 2 സുഭദ്ര ചേച്ചിക്കൊന്ന് മധുര മീനാക്ഷി ശിവനും കൂടി ഉള്ളതുണ്ടല്ലോ അല്ലേ? ഇത് ശിവനും മധുര മീനാക്ഷി இல்லைங்களா? ரைட், அப்போ அதை எடுக்கலாம். ஏன்னா மதுரை மீன் 2 பேரும் இருக்காங்களே, சிவபகவானும் இருக்காங்க, மதுரை மீனாட்சி. அப்போ இது இல்லை இல்லை இல்லை, ഇത് മധുര മീനാക്ഷിയും ശിവഭഗവാൻ ഇവർ രണ്ടാളാണ് ഇവിടുത്തെ മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന ഡയറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു നാടൻ കൊയ്യാക്കിയും മാങ്ങയൊക്കെ വിൽക്കണ ഒരു അമ്മയെ കണ്ടപ്പോൾ ഞങ്ങൾ 1 കിലോ നാടൻ കൊയ്യാക്ക വാങ്ങിച്ചു. ഇപ്പുറത്തൊരു മുല്ലപ്പൂ ഉണ്ട്, ഒരു കള്ളമ്മ, അത് വാങ്ങിച്ചാലോ കുറച്ച് 100 രൂപയ്ക്ക് അതും വാങ്ങിക്കാം. എന്നാൽ ഇതിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അമ്മ എവ്വളോ മല്ലിപ്പൂ, இந்த பூ எவ்வளோ எவ்வளோ? 100 ஒரு முழமா? என்னம்மா ரொம்ப கொஞ்சம் 1.5 முழம் கொடுங்க, பரவாயில்ல. 1.5 മുഴം 100 രൂപ കൊടുങ്ക. ഇല്ല തരില്ല, കണ്ടത് വയസ്സായാലും വാശിയാണ്, എന്താ തരില്ലെന്ന്. കച്ചവടം, അവർക്ക് നല്ല കച്ചവടം. ഫോട്ടോ അല്ലേ, പാവമല്ലേ, വാങ്ങിക്കാം. 1 മുഴം കൊടുങ്ക, 1 മുഴം കൊടുങ്ക. ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്, അമ്മ ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. കവർ ഇരിക്കുമാ, കവറിൽ അവിടെ മാങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ കുട്ടനും ഉണ്ട്, ഇതാ ഡ്രൈവിങ്ങിന് വന്ന കുട്ടി. ഒരാളെയും കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ, കാരണം ഈ മൊബൈൽ വെക്കലും അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഇഷ്ടം പോലെ കഞ്ഞികളുണ്ടോ? ഇല്ല, അത് ലീക്കായതാണ്. അപ്പോൾ തീർച്ച എനിക്കിട്ടാ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇഡ്ഡലി നോക്ക്, മിനി ഇഡ്ഡലി, ഇഡ്ഡലി
മിനി ഇഡ്ലീസ് വേണമെങ്കിൽ മിനി ഇഡ്ലീസിൻ്റെ இந்த சாஃப்ட் டாய்ஸ் இல்லைங்களா? கிளி பார்க்குறீங்களா? கிளி அல்ல, கிளி இல்லை, கிளி ரொம்ப இது எவ்வளோ வரும்? அது 150 வரும். சின்ன பிள்ளை இந்தாங்க 80 தான். ஸ்மால் சைஸ் 80. இது ரெண்டு கூட 200 கொடுக்குறீங்களா? இது எடுக்கிறேன். 200 கொடுக்கும். 200 தான் கொடுக்கும். ரொம்ப செலவாகுங்க. ബൈ. അപ്പോൾ ഞാൻ ജോയ്പ്പിനും റോക്കിക്കും ഓരോ കഥകളി. ഇത് ജോയ്പ്പിന് വലുത്, ചെറുത് റോക്കി. ഞങ്ങളെ നായ്ക്കുട്ടികൾക്ക് അതിങ്ങനെ കീക്കി വരും. പിച്ചിലയാണ്, സ്റ്റീലില്ല. ഇവിടെ ഇങ്ങനെ കുറേ കടകൾ മുഴുവനും ഇങ്ങനെ നിറയെ കടകളുണ്ട് കേട്ടോ. ഫാഷൻ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും നിറയെ കടകളാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ കാണാം, വലിയ കടകൾ കാണാം. വെങ്കല കടകളാണ് കൂടുതലായിട്ട്. വിളക്ക് നിൽക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ട്. ഇത് ഇപ്പുറത്ത് വന്നാലും കാണാൻ കണ്ടോ. ഇപ്പുറത്ത് കുറച്ച് സ്റ്റീലിൻ്റെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. ഇതാ ജിഗർദണ്ഡ. ജിഗർദണ്ഡ ജിഗർദണ്ഡ എന്താ അവിടെ ഭയങ്കര തിരക്ക്. എൻ്റെ ഒരു ജിഗർദണ്ഡയാണ്. നോക്കാം നമുക്ക്. எல்லாமே மதுரம். லெமன் சர்பத்து கொடுத்துங்களா? அதில் கொஞ்சம் மதுரம் கம்மி போடலாம். இன்னும் என்ன இருக்கு? ஜிகர்தண்டா ரொம்ப ஸ்வீட்டா? ഷുഗർ അതിനുള്ള. ഓക്കെ, താങ്ക് യു. അങ്ങനെ രാമേശ്വരം മധുര യാത്ര ഇവിടെ അവസാനിക്കുന്നു. അതിഗംഭീരമായിരുന്നു. ഭക്തി നിർഭരമായ ഒരു അനുഭൂതി ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. സ്റ്റേയും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സന്തോഷമായിരുന്നു. രാമേശ്വരത്ത് ശിവഭഗവാനെയും മധുരയിൽ മധുര മീനാക്ഷി ഭഗവതിയെയും ശിവഭഗവാനെയും കാണാനും അവിടെ മുഴുവനും സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി കൂടുതൽ യാത്രകളായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വിലപ്പെട്ട കമൻസ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.